ഹലോ ഗോയ്സ്, അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ചെടിച്ചട്ടിയും ചെടിയും നമ്മുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. കേൾക്കാവോ? കൂടിൻ്റെ ഒരു മിനിറ്റ്. അങ്ങനെ കുറെ കാലം കാത്തിരുന്ന നമ്മുടെ ചെടിച്ചട്ടിയും ചെടിയും നമ്മുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് കയ്യിലെടുക്കാം. അപ്പൊ ഇതാണ് സംഭവം കേട്ടോ. സത്യത്തിൽ ഇത് ഞാൻ സൈറ്റിൽ കണ്ട സമയത്തുണ്ടല്ലോ, ഇത് ഈ ഒരു സെറ്റപ്പിലൊന്നും അല്ലായിരുന്നു. നല്ല വൃത്തിക്ക്, നല്ല പൊക്കിഷം പോലെ, നല്ല ഡെസ്കിന്റെ പുറത്തൊക്കെ നല്ല വൃത്തിക്ക് ഇരുന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ 2-3 സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തിട്ട് ഇതിങ്ങനെ ചുങ്ങിപ്പോയി. പക്ഷെ എന്നാലും നമുക്ക് ഇന്ന് ഓപ്പൺ ആക്കി നോക്കാം. പക്ഷെ ഇത് ഓൾറെഡി ഇതിനകത്ത് കുറച്ച് പൊട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, അത്ര മോശമൊന്നും പറയാനൊന്നുമില്ല. പിന്നെ ഈ സംഭവമല്ലേ. ഓക്കെ, ഈ കൂടിന് വെച്ച കാണും കേട്ടോ. ഞാനിത് ഓപ്പൺ ആക്കിയിട്ട് ബാക്കി സംസാരിക്കാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ, അതെന്റെ നോട്ടം മാറുന്നത്. ഇപ്പൊ ക്യാമറയിലേക്കാണ് നോക്കുന്നത്. എന്താ പൊഴിഞ്ഞു പോയല്ലോ? അയ്യോ, ഇത് പൊഴിഞ്ഞു പോയിട്ടോ. ഇത് എവിടെ നിന്നാടാ പോയേ? ഹായ് മാലിനി, ഞാൻ സുള്ളിയാകണം പണ്ടരടങ്ങുന്ന അവളോ അളക് തരണം പൊഴിഞ്ഞു പോയതാട്ടോ. നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യാം. പൊഴിഞ്ഞു പോകാൻ ഇൻ ദ സെൻസ് ഇത് ചെറിയൊരു ക്ലിപ്പ് പോലെയാണ്. അപ്പൊ നമ്മളിത് അകത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം കേട്ടോ വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഇത് വരും. കുറച്ചിങ്ങനെ മറ്റേ പുല്ല് പോലെയൊക്കെ ഉണ്ടല്ലോ, പുല്ല് പോലെയൊക്കെ എന്തൊക്കെ സെറ്റ് ചെയ്ത് ഇവർ വെച്ചിട്ടുണ്ട്. പിന്നെ നടുക്ക് നമ്മുടെ ഇത് വെക്കാനുള്ളൊരു സംഭവം. ഇതാണ് സംഭവം കേട്ടോ, ചെടി ഇത് വെക്കാനുള്ളൊരു സംഭവം. ഇതൊരു വൈറ്റ് ഫിനിഷ് ആട്ടോ കൊടുത്തിരിക്കുന്നത്. ഇതിന് കൊള്ളാം. പിന്നെ ഇത് നമുക്ക് ബേസിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേനും നല്ല പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല 4 കാലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടാ, കുഴപ്പമില്ല, ഇത് അടിപൊളി. ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ഇത് ലൈറ്റ് വെയിറ്റ് ഇതുണ്ടോ? ഉണ്ടോ? വലിയ വെയിറ്റ് ഒന്നുമില്ല. ഇപ്പൊ ഇതിനാണെങ്കിലും വലിയ വെയിറ്റ് ഒന്നുമില്ല, ഇവിടെ ചെടിക്കാണെങ്കിലും വലിയ വെയിറ്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ ബേസ്. പിന്നെ ചെടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആട്ടോ വരുന്നത്. നല്ല ഫ്ലവർ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിരിക്കുന്നുണ്ടോ? അതിന്റെ ഫ്ലവേഴ്സ് ഒക്കെ നോക്കി, എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഫ്ലവേഴ്സ്, പിന്നെ ഇവിടെ ഗ്രീൻ വരുന്നുണ്ട്. പക്ഷെ ഈ ഗ്രീൻ കളർ തന്നെ പക്ക ഗ്രീൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതായത് ഇതിന്റെ എഡ്ജിലായിട്ട് കുറച്ച് യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. അതായത് ആ ഒരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കേട്ടോ. പിന്നെ ഇത് ഫുള്ള് പ്ലാസ്റ്റിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ പ്ലാസ്റ്റിക് തന്നെ, മൊത്തം ഫുൾ പ്ലാസ്റ്റിക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്കൊന്നുണ്ടല്ലോ, ഈ ഫ്ലവർ പ്ലാസ്റ്റിക്കിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് എന്തൊക്കെയോ ഒരു ഫൈബർ മെറ്റീരിയൽ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യം നമുക്കത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട്. കേൾപ്പിച്ച് തരാം. ഫുൾ പ്ലാസ്റ്റിക് ഇതുണ്ടോ? പിന്നെ ഇതിന് 2 ലീഫ് വരുന്നുണ്ട്. അതായത് ഇത് ബേസ് ആണല്ലോ. ഈ ബേസിൽ നിന്ന് ഇവിടെ ഒരു ചെറിയൊരു ഒരു ഫ്ലവർ പോലെ ഒരു ചെറിയൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് രണ്ട് ഇതാ വരുന്നത്, 2 ഇടവഴികൾ. എന്ന് പറഞ്ഞാൽ ശിഖരങ്ങൾ. അത് തന്നെ, ശിഖരങ്ങൾ. ഇവിടുന്ന് 2 ശിഖരങ്ങൾ ഇങ്ങനെ കൂടി വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കെ, ഇങ്ങനെ ബേസിൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴേക്കേ എവിടെയെങ്കിലുമൊക്കെ വെക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് ഇത് ഈ സംഭവത്തിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കറക്കിയാണ് വെക്കുന്നത്. നല്ല ചുമ്മാ ഇറക്കി വെക്കുന്നു തോന്നുന്നല്ലേ? അത്രേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും ചെയ്യണ്ട. അതായത് ഞാൻ അവിടുത്തെ റൊട്ടേറ്റ് ചെയ്യണം. ഇത് റൊട്ടേറ്റ് ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഇറക്കി വെച്ചാൽ മതി. ഇതിങ്ങനെ വെക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് സംഭവം റെഡി. എന്റെ ഫ്രണ്ടും ബൈക്കും ഒക്കെ ഏതാടേ? ഫ്രണ്ടും ബൈക്കും കേട്ടോ. അതായത് ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ ഫ്രണ്ടെന്ന് ബൈക്കുന്നൊന്നുമില്ല. ഇത് 2 ഫ്രണ്ടും ബൈക്കും. ഇതിങ്ങനെ ഇരിക്കും കേട്ടോ എവിടെയെങ്കിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ ഷെയ്ക്ക് ആകുന്ന പറഞ്ഞ് പേടിക്കണ്ട കേട്ടോ, അത് ഷെയ്ക്ക് ആകും. കാര്യം അതിന്റെ ബേസിൽ നമ്മൾ എത്ര വെച്ചെന്ന് പറഞ്ഞാൽ ഇത്രയും ഇത് വെച്ച് നോക്കുമ്പോൾ, ബേസ് വെച്ച് നോക്കുമ്പോൾ ഈ ലീഫ് കുറച്ചും കൂടെ വെയിറ്റ് ഉള്ള സംഭവമാണ്. അപ്പോൾ അത് കുറച്ച് ഷെയ്ക്ക് ആകും. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വെക്കുമ്പോഴത്തേന്, ഞാനത് വെച്ച് കാണിച്ചില്ലേ, എവിടെയെങ്കിലും ഒക്കെ വെക്കുമ്പോഴത്തേന് ഇത് ഓക്കെയാണ്. കൊള്ളാം അല്ലേ? അടിപൊളി സാധനം. ഇതിന് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചപ്പോൾ ഒരു 300 രൂപ അടുത്തായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിന്. കാര്യം ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് പ്ലാസ്റ്റിക് മാത്രമല്ല, കുറച്ച് ഫൈബർ മെറ്റീരിയലൊക്കെ ഇവർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടാണ് കുറച്ച് വിലയായത്. പക്ഷെ കുഴപ്പമില്ല, നല്ല ലീഫൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുണ്ട്, കുഴപ്പമൊന്നുമില്ല. സംഭവം അടിപൊളിയാണ്. ഇനി ഇതിന്റെ തടിക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, കറക്റ്റ് ആ ഒരു നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു ഷെയ്ഡൊക്കെ കൊടുത്ത്, ഇതിനടുത്ത് ആ ഡിസൈനൊക്കെ കണ്ടോ? അതായത് ആ ഒരു ശിഖരത്തിന്റെ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൊട്ട് കയറി പോകുന്നു, ഇത് ഇങ്ങനെ കയറി പോകുന്നു. ഫ്ലവേഴ്സ് ഒക്കെ അടിപൊളി. ഇത് എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. വാ. പിന്നെ മൊത്തം 32ഓളം ഫ്ലവേഴ്സ് ഉണ്ട്. ഞാൻ എണ്ണി കണ്ടുപിടിച്ചു. മൊത്തം 32 ഫ്ലവേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ലീവ്. ഇലയൊന്നും എണ്ണാൻ നിന്ന് കഴിഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ട് ഞാൻ ഇല എണ്ണയില്ല.
പക്ഷേ പൂക്കൾ ഒരു 10-32 എണ്ണം ഉണ്ട്. അടിപൊളി സാധനം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.